കുട്ടി നൈറ്റ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ അൻവറിനെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ നേരിട്ട് തിയേറ്ററിലോട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ന് രാത്രി എന്താ പരിപാടിയാന്ന് പറയാം. നമ്മൾ മൂവി കാണാൻ പോകുന്നു. ഏത് മൂവി? ലാലേട്ടന്റെ തുടരും. കരുപ്പെടുന്നക്കാരെങ്ങനെ തുടരും കാണാൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ നിങ്ങൾ എന്തുണ്ട് ഷവർ കഴിക്കാൻ പോയില്ലെങ്കിൽ വേറെ ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു അറബിക്കൽ അത് ആക്ച്വലി തുർക്കിഷ് റെസ്റ്റോറന്റ് ആണ്. ആക്ച്വലി ഞാനിവിടെ വന്നതിന് ശേഷം ഷവർമയിൽ ഒരു വെറൈറ്റി ഫീൽ തന്നിട്ടുള്ളത് ഈ ഒരു റെസ്റ്റോറന്റ് ആണ്, അൽഷോല. എത്ര പേർക്കല്ല എന്റെ പേഴ്സണൽ സാധനമാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനും വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അവിടെ അറബിക് ഷവർമ കിട്ടും, നല്ല ചീസൊക്കെ ഇട്ടിട്ട്, നല്ല എള്ളൊക്കെ ഉള്ള മറ്റേ നമ്മളുടെ കുബൂസുമ ചീസൊക്കെ വെച്ച് വളരെ ഫുൾ ലോട്ടഡ് ആയിട്ടുള്ള ഒരു ഷവർമ. അത്ര അങ്ങോട്ട് ജ്യൂസി അല്ലാത്ത ഒരു സാധനം. പിന്നെ അവരെ മയോണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പറയുന്നു വേറെ അതേപോലത്തെ ഒരു മയോണൈസ് ഞാൻ അവരെ വേറെ ബ്രാഞ്ചിൽ പോലും പോയിട്ട് ഇതുവരെ ആ ഒരു ഇതില്ല. ജിദാഫ്സ് എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അൽഷോല നല്ല മുസ്തഫിന് വാങ്ങിച്ചാണ് ആദ്യമായിട്ട്. യെസ്, ഈവൻ ഫോർ മീ. നമ്മുടെ അൻവർ പറഞ്ഞ ആ സ്പോട്ട് നമുക്ക് നോക്കാം. एक ठंडा पानी 2 फंडा मसाला. ഇതിന്റെ ഉള്ളിലത്തെ ചീസിന്റെ ടെക്സ്ചറാണ്. അതേപോലെ നമുക്ക് ഉപ്പിലിട്ട തിങ്സ് കിട്ടും. അതേപോലെ തന്നെ ഈ മയോണൈസ് normal juicy വെറുതെ തിന്നാ ടേസ്റ്റ് എങ്ങനെ എടുക്കാം. നമ്മളോടൊന്നും കഴിച്ച ഒരു സാധനം ഇപ്പൊ കിട്ടാനില്ല. മുമ്പ് കുറെ കഷ്ണങ്ങൾ ഉണ്ടായത് ഇല്ലില്ല, 3 തന്നെയാണ്. മുമ്പ് ഇങ്ങനെ തന്നെയാണ്. അൽഷോലയാണ് കുറെ പീസ്. ഞാൻ കഴിക്കട്ട വായിൽ. ഒരു ഫീൽ തന്നെയില്ലേ? പുറത്ത് Rentil buka unnu water. Yes. Okay. Nanti namaskar. For dinner 700 rupees. Oh, very nice. അങ്ങനെ ഞങ്ങള് സാർമാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. മുസ്തഫയും ജുമാനയും ഇസാക്കും വഴിയേ വരും. അവർ വരുന്നുള്ളൂ. ഞങ്ങളിവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ സിനിമ ഒക്കെ കണ്ടിറങ്ങി. നല്ല അടിപൊളി സിനിമയായിരുന്നു. എന്തായാലും പോയിട്ട് കാണണം. അടിപൊളി സിനിമയായിരുന്നു, ഒന്നും പറയാനില്ല.
അച്ചു.